അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിയമത എത്തിയിരിക്കുകയാണ്. ചൈതന്യമല എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഓഡിയൻസിനോടെ കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് പറയും? അയ്യോ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, കാരണം എനിക്ക് മോർ ഡ്രീം കം ടു പ്രൊജക്റ്റാണ്. ആൻഡ് എന്നെ ചൈതന്യം എന്നൊരു മനോഹരമായൊരു കഥാപാത്രം വിശ്വസിച്ച് ജയൻ ചേട്ടൻ, എല്ലാവരും, ഇന്ദുഗോപൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, ഹോൾ ടീമിനോട് എത്ര നന്ദി പറഞ്ഞാലും ആക്ച്വലി തീരില്ല. ആൻഡ് ഇന്ന് തിയേറ്റേഴ്സിൽ കണ്ടു. ഒരു കാര്യം എക്സ്പെക്ട് ചെയ്ത ഒരു മൂവിയാണ്. ആൻഡ് സച്ചി ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രീം പ്രൊജക്റ്റാണ്. അല്ല, നമ്മൾ നോർമലി ഇത്രയും നാളത്തെ പോലെയല്ല, ഒരു പകർന്നാട്ടം തന്നെയായിരുന്നു. കാരണം ഈ കഥാപാത്രത്തിന് വേണ്ട കുറേ പരിപാടികളുണ്ട്, അതെല്ലാം വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു ചലഞ്ചസ്? എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്? ഫസ്റ്റ് ഇതൊരു ബുക്ക് സിനിമയാവുന്ന സെയിം ചാലഞ്ചസ് തന്നെ. ഇത് ഇത്ര ആൾക്കാർ വായിച്ചൊരു കഥയാണ്. ചൈതന്യം എന്നുള്ളൊരു കഥാപാത്രം ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇമാജിൻ ചെയ്തൊരു കഥാപാത്രത്തിന് നമ്മളൊരു ചെയ്യുമ്പോഴുള്ള കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ബട്ട് എൻ്റെ മെയിൻ കൺസേൺ ഇന്ദുഗോപൻ ചേട്ടൻ ഈ കഥയെ സൃഷ്ടിച്ച ആൾ ഡിസപ്പോയിൻറ്റ് ചെയ്യരുത്. ഐ ഹോപ്പ് ഇന്ദു ചേട്ടൻ ഇത് കണ്ടപ്പോൾ ഹാപ്പിയാണ്. അത് മനസ്സിൽ വിചാരിച്ച ചൈതന്യത്തിന് എവിടെയെങ്കിലും കാണാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും വളരെ മോഡലായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി നല്ലോണം ഏത് സിനിമ ചെയ്യുമ്പോഴും നമ്മൾ പിന്നെ ഫിസിക്കൽ പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ഫിസിക്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ചർച്ച ഒരുക്കാൻ പോയിട്ടുണ്ട്. എനിക്കറിയില്ല, ഇത്ര ചൂടുള്ള സാധനമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന തരം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്. ഓക്കെ, രാജുവേട്ടായിട്ടുള്ള ഒരു കെമിസ്ട്രി ഭയങ്കര വർക്കായിട്ടുണ്ട് ആ ഒരു കോമ്പോ നിങ്ങൾ രണ്ടുപേരുടെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു രാജുവേട്ടൻ്റെ സപ്പോർട്ട്? അയ്യോ, ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ്, സൂപ്പർ സ്റ്റാറാണ്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും ഐക്കോണിക് ക്യാരക്ടേഴ്സ് ചെയ്തൊരു ആക്ടറാണ്. അപ്പോൾ എന്നെ പോലത്തെ ഒരു ആക്ടർക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നമുക്ക് പറയാം. ആൻഡ് എനിക്കൊരു ഭാഗ്യം, ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റും. ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അത് റിയാലിറ്റി ആവില്ല നമുക്കറിയില്ല. അപ്പോൾ ഇതായി കണ്ടപ്പോൾ ഐ കാണ്ട് എക്സ്പ്ലെയിൻ ഒരു കഥാപാത്രത്തെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊന്ന് പറയണം. നമ്മുടെ ഷമ്മിച്ചേട്ടനെ കൂടി പറയൂ, എങ്ങനെയായിരുന്നു ഷമ്മിച്ചേട്ടനെ കുറിച്ച്? ഞാനായിട്ട് എന്താ പറയേണ്ടത്? എന്തൊരു നടനാണ് അല്ലേ. ആൻഡ് എനിക്ക് ഭാസ്കരൻ മാഷിനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഷമ്മിച്ചേട്ടൻ അല്ലാണ്ട് വേറെ ആരും കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഷമ്മിച്ചേട്ടനെ ലൈവായിട്ട് പെർഫോം ചെയ്യാൻ കാണാൻ പറ്റുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി. ആൻഡ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു